ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ധാരാളം നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രത്യേക വാക്കിനെ കുറിച്ചാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതാണ് വിൽ. നമ്മുടെ മോഡൽ ഓക്സിലറി വെർബുകളിൽപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ധാരാളം യൂസേജസ് ഉണ്ട്, നമ്മൾ പല രീതിയിൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചില യൂസേജസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വില്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വിൽ എന്നുള്ള മോഡൽ ഓക്സിലറി വെർബ് പല രീതിയിലും പല സിറ്റുവേഷനിലും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ധാരാളം യൂസേജസ് ഉള്ള ഒരു വേർഡാണ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ട്, ഭാവി കാര്യങ്ങൾ, ഭാവിയിലൊരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് വില്ല് കോമൺ ആയിട്ട് ധാരാളം യൂസ് ചെയ്യുന്നത്. എന്നാൽ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. പക്ഷെ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭാവിയിലുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളമായിട്ട് വില്ല് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഗോ, ഞാൻ പോകും. ഷീ വിൽ കം, അവൾ വരും. ദേ വിൽ പ്ലേ, അവർ കളിക്കും. ആൻഡ് ദേ വിൽ വിൻ, അവർ വിജയിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടക്കും, സംഭവിക്കും, ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചറായിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നടക്കുന്ന, ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു വിശ്വാസത്തെക്കുറിച്ച്, ഒരു ബിലീഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, വില്ല് യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ്, ഈ സമയത്ത് അവൻ വീട്ടിലുണ്ടാകും. നമ്മൾ അവനെ കണ്ടിട്ടല്ല പറയുന്നത്, അവനെ ഈ സമയത്ത് വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു വിശ്വാസം പറയാണ്, ഈ സമയത്ത് നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയാം, ഹി വിൽ ബി ഇൻ ഹിസ് ഹോം റൈറ്റ് നൗ. ഹി വിൽ ബി ഇൻ ഹിസ് ഹോം റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത്. ഹി വിൽ ബി ഇൻ ഹിസ് ഹോം, അവൻ അവൻ്റെ വീട്ടിൽ ആകും, വീട്ടിലുണ്ടാകും എന്നാണ് അർത്ഥം. ഹി വിൽ ബി ഇൻ ഹിസ് ഹോം റൈറ്റ് നൗ, ഈ സമയത്ത് അവൻ അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഷീ വിൽ ബി ഇൻ ദി കിച്ചൺ റൈറ്റ് നൗ, അവള് ഇപ്പോൾ അടുക്കളയിലുണ്ടാവും. പോയി നോക്കൂ അല്ലേ, പോയി നോക്കൂ, അവൾ അടുക്കളയിൽ ഉണ്ടാവണം അല്ലേ. ഞാൻ വരുന്ന സമയത്ത് അവൾ അടുക്കളയിലുണ്ട്. അപ്പോൾ ഷീ വിൽ ബി ഇൻ ദി കിച്ചൺ, അവൾ അടുക്കളയിൽ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിലീഫിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ട് പറയുന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ടോക്ക് അബൌട്ട് എ തിങ് പീപ്പിൾ വാണ്ട് ടു ഡു ഓർ വില്ലിങ് ടു ഡു എന്ന് പറയുന്നത്. അതായത് ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെയ്യാൻ തയ്യാറായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വില്ല് യൂസ് ചെയ്തിട്ട് പറയാന്നുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ പറയാണ്, ഐ വിൽ സീ യു ടുമോറോ, ഞാൻ നിന്നെ നാളെ കാണും. നീ പൊക്കോ, ഞാൻ നിന്നെ നാളെ കാണും. അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഐ വിൽ സീ യു ടുമോറോ, ഞാൻ നിന്നെ നാളെ കാണും. അത് നമ്മൾ കാണാൻ തയ്യാറായിട്ടുണ്ട്, അപ്പോൾ നാളെ അവർ വന്നാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ഐ വിൽ സീ യു ടുമോറോ, ഞാൻ നിന്നെ നാളെ കാണുമെന്ന് പറയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാണ്, ഷീ വിൽ ഗിവ് മീ ദ മണി ടുമോറോ, അവൾ എനിക്ക് നാളെ പണം നൽകും. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അവൾ പണം തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, ഷീ വിൽ ഗിവ് മീ ദ മണി ടുമോറോ, അവൾ നാളെ എനിക്ക് പണം നൽകും. ഐ വിൽ സീ യു ടുമോറോ, ഞാൻ നിന്നെ നാളെ കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റ് യൂസേജ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു യൂസേജ് ഉണ്ട്. മൂന്നാമത്തെ യൂസേജ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ടിപ്പിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് വില്ല് യൂസ് ചെയ്തിട്ടും പറയാം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വില്ല് യൂസ് ചെയ്തിട്ടും പറയാമെന്ന് പറഞ്ഞത്? സാധാരണ നമ്മൾ ടിപ്പിക്കലായിട്ട്, സാധാരണ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ചിട്ടാണ് പറയാം. അത് നമ്മൾ പ്രസന്റ് ടെൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വിൽ യൂസ് ചെയ്തിട്ടും ആ കാര്യങ്ങൾ പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എല്ലാ ദിവസവും വളരെ നേരത്തെ എഴുന്നേൽക്കും എന്ന് പറയണം. ഞാൻ എല്ലാ ദിവസവും വളരെ നേരത്തെ എഴുന്നേൽക്കും. ഇത് വില്ല് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഐ വിൽ ഗെറ്റ് അപ്പ് സോ ഏർലി എവരി ഡേ, അല്ലെങ്കിൽ എവരി മോർണിംഗ്. ഐ വിൽ ഗെറ്റ് അപ്പ് സോ ഏർലി എവരി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ ഞാൻ വളരെ നേരത്തെ എഴുന്നേൽക്കും. എല്ലാ ദിവസവും രാവിലെ ഞാൻ വളരെ നേരത്തെ എഴുന്നേൽക്കും. ഐ വിൽ ഗെറ്റ് അപ്പ് സോ ഏർലി എവറി മോർണിംഗ് എന്നാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അവിടെ നമുക്ക് ഭാവിയിൽ ചെയ്യുന്ന കാര്യം ആവണമെന്നില്ല, പതിവായിട്ട് ചെയ്യുന്ന കാര്യമായാലും മതി. അവിടെ നമുക്ക് എന്ത് പറയാം, യെസ്, വില്ല് യൂസ് ചെയ്തിട്ട് പറയാം, ഐ വിൽ ഗെറ്റ് അപ്പ് സോ ഏർലി എവരി മോർണിംഗ്. അതുപോലെ തന്നെ എങ്ങനെ പറയാണ്, ഞങ്ങൾ സാധാരണ പതിവായിട്ട് പുഴ ക്രോസ് ചെയ്തിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത് എന്ന് പറയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പറയാ, വി വിൽ ഗോ അക്രോസ് ദ റിവർ ടു ദ വുഡ്സ്. വി വിൽ ഗോ അക്രോസ് ദ റിവർ ടു ദ വുഡ്സ്. വി വിൽ ഗോ അക്രോസ്, ഞങ്ങൾ കുറുകെ കടന്നു പോകും.
ടു ദ വുഡ്സ്, കാട്ടിലേക്ക്. അപ്പം ഞങ്ങൾ സാധാരണ ആ പുഴ മുറിച്ച് കടന്നിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. അതായി പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ പോകണം, സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. വി വിൽ ഗോ അക്രോസ് ദ റിവർ ടു ദ വുഡ്സ്. ഞങ്ങൾ പുഴ ക്രോസ് ചെയ്തിട്ട് കാട്ടിലേക്ക് പോകും. ഇനി നാലാമത്തെ ശൈലി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആളുകൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ, റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഓഫർ നൽകാൻ വേണ്ടിയിട്ട്, പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, വില്ല് യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ്, വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു റിക്വസ്റ്റ് ആണല്ലേ. വിൽ യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരാമോ? വിൽ യു പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാം. ഇനി അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മളൊരു ഓഫർ കൊടുക്കണം, അങ്ങോട്ടൊരു ഓഫർ കൊടുക്കുകയാണ്, അവിടെയും നമുക്ക് വില്ല് യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നതാണ്. ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ് ആഫ്റ്റർ ദി പാർട്ടി. പാർട്ടി കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഞാനൊരു ലിഫ്റ്റ് തരാം, അല്ലെങ്കിൽ തരും എന്നാണ് പറയുന്നത്. ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ് ആഫ്റ്റർ ദി പാർട്ടി. പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരാം. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, വിൽ യു പ്ലീസ് കം ടുമോറോ, വിൽ യു പ്ലീസ് കം ടുമോറോ, നാളെ ഒന്ന് വരാമോ? വിൽ യു പ്ലീസ് ക്ലോസ് ദി ഡോർ, ആ വാതിലൊന്ന് അടക്കാമോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് റിക്വസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിൽ റിക്വസ്റ്റുകൾ ചെയ്യാൻ, ഓഫറുകൾ കൊടുക്കാനൊക്കെ നമുക്ക് വില്ല് ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ വളരെ എളുപ്പത്തിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്, എന്നാലും നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.